നമസ്കാരം. പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങൾക്ക് അറുതി വരുത്തുക എന്ന ലക്ഷ്യത്തോടുകൂടി പാകിസ്ഥാൻ തലസ്ഥാനമായ ഇസ്ലാമാബാദിൽ വെച്ച് അമേരിക്കയും ഇറാനും തമ്മിൽ നടത്തിയ ഉന്നതതല ചർച്ചകൾ ലോകത്തെ മുഴുവൻ ആകാംക്ഷയുടെയും ആശങ്കയുടെയും മുൾമുനയിൽ നിർത്തിയിരിക്കുകയാണ്. മാധ്യമങ്ങൾ ഈ കൂടിക്കാഴ്ചയെ വലിയ പ്രതീക്ഷയോടെയായിരുന്നു റിപ്പോർട്ട് ചെയ്തിരുന്നതെങ്കിലും ആ മേഖലയിലെ കൃത്യമായ രാഷ്ട്രീയ ചതുരംഗ കളിയിൽ അതിനെ നിരീക്ഷിക്കുന്നവർക്കൊക്കെ തന്നെ തുടക്കം മുതൽക്കേ വലിയ പ്രതീക്ഷകൾ ഉണ്ടായിരുന്നില്ല. ചരിത്രപരമായിട്ടുള്ള ശത്രുതയും നിലപാടുകളിലെ കാർക്കശ്യവും പരിഗണിക്കുമ്പോൾ ഒരു രാത്രി കൊണ്ട് തീരുന്നതല്ല ഈ പ്രതിസന്ധികളെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ ഇവിടെ വിലയിരുത്തുകയാണ്. ലോകം മുഴുവൻ ഈ ചർച്ചയുടെ ഫലത്തിനായിട്ട് കാതോർത്തിരുന്നെങ്കിലും ഇതിൻ്റെ അന്തിമ ഫലം വലിയ നിരാശയാണ് സമ്മാനിച്ചത്. 21 മണിക്കൂർ നീണ്ടുനിന്ന ഈ മാരത്തൺ ചർച്ചയെക്കുറിച്ച് പാശ്ചാത്യ മാധ്യമങ്ങൾ വലിയ പ്രാധാന്യത്തോടെയാണ് വാർത്തകളൊക്കെ തന്നെ പുറത്തുവിട്ടിരിക്കുന്നത്. എന്നാൽ അത്രയും സമയം നീണ്ട സംഭാഷണങ്ങളിൽ കൃത്യമായി എന്താണ് സംഭവിച്ചതെന്നോ ഏതൊക്കെ വിഷയങ്ങളിലാണ് ധാരണയായതെന്നോ വ്യക്തമാക്കാൻ ഇരുപക്ഷവും തയ്യാറായിട്ടില്ല. സാധാരണയായിട്ട് കീഴ്ഘടകങ്ങളിലുള്ള ഉദ്യോഗസ്ഥർ തമ്മിൽ മാസങ്ങൾ നീളുന്ന ചർച്ചകൾക്ക് ശേഷമാണ് ഉന്നതതല പ്രതിനിധികളൊക്കെ തന്നെ ഇത്തരം കൂടിക്കാഴ്ചകളിൽ പങ്കെടുക്കാറുള്ളത്. എന്നാൽ ഇത്തവണ ആദ്യഘട്ടത്തിൽ തന്നെ അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം നേരിട്ടെത്തിയത് ഈ വിഷയത്തിന് ഗൗരവം വർദ്ധിപ്പിക്കുന്നതാണ്. ഇതൊരു അവസാനവട്ട ശ്രമമാണെന്ന സൂചനയാണ് വൈറ്റ് ഹൗസ് ഇതിലൂടെ വ്യക്തമാക്കുന്നത്. അമേരിക്കൻ പക്ഷത്തു നിന്നും വൈസ് പ്രസിഡന്റിനെ കൂടാതെ പശ്ചിമേഷ്യൻ പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫും ഡൊണാൾഡ് ട്രംപിൻ്റെ മരുമകൻ ജെയ്ഡ് കുഷ്ണറും ചർച്ചയിൽ പങ്കെടുത്തുവെന്നത് ശ്രദ്ധേയമാണ്. ട്രംപ് ഭരണകൂടത്തിൻ്റെ ഏറ്റവും വിശ്വസ്തരായിട്ടുള്ള ഈ പ്രതിനിധി സംഘം പാകിസ്ഥാനിലെത്തിയത് എങ്ങനെയെങ്കിലും ഇറാൻ്റെ നിലപാടുകളിൽ മാറ്റം വരുത്തുക എന്ന പ്രധാന ലക്ഷ്യത്തോടെയായിരുന്നു. സാധാരണഗതിയിൽ കരാറുകളിലൊക്കെ ഒപ്പിടാൻ എത്തുന്ന വൈസ് പ്രസിഡന്റ് നേരിട്ട് ചർച്ചയ്ക്ക് നേതൃത്വം നൽകിയത് മേഖലയിലെ സാഹചര്യം അത് എത്രത്തോളം വഷളായിരിക്കുകയാണ് എന്നതിൻ്റെ തെളിവാണ് വ്യക്തമാക്കുന്നത്. അമേരിക്കയുടെ ഈ ഒരു നീക്കം തങ്ങളുടെ നയതന്ത്ര മേഖലയിലെ ഏറ്റവും വലിയ കരുത്തുറ്റ നീക്കമായിട്ടാണ് വിശേഷിപ്പിക്കപ്പെടുന്നത്. ഇറാൻ ഭാഗത്തു നിന്നും ചർച്ചകൾക്ക് നേതൃത്വം നൽകിയത് പാർലമെന്റ് സ്പീക്കറായിട്ടുള്ള മഹ്മൂദ് ബാഗർ ഖാലിബാഗ്. നിലവിൽ ഇറാന്റെ ഭരണസിരാ കേന്ദ്രങ്ങളിൽ ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ള വ്യക്തികളിൽ ഒരാളായ ഇദ്ദേഹം ഇറാന്റെ ഔദ്യോഗിക പ്രതിനിധി എന്ന നിലയിലാണ് മാധ്യമങ്ങളോട് സംവദിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം ചർച്ചയിൽ ഉടനീളം കടുത്ത നിലപാടുകളാണ് സ്വീകരിച്ചത്. അമേരിക്ക മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങളിൽ പലതും ഇറാന്റെ പരമാധികാരത്തെ ചോദ്യം ചെയ്യുന്നതാണെന്ന നിലപാടിൽ ഖാലിബാവ് ഉറച്ചു നിന്നു. ഇറാന്റെ ആഭ്യന്തര സുരക്ഷയും അവകാശങ്ങളും സംരക്ഷിക്കുന്നതിൽ യാതൊരു വിട്ടുവീഴ്ചയ്ക്കും തങ്ങൾ തയ്യാറല്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ചർച്ചകൾ വഴിമുട്ടാനുള്ള പ്രധാന കാരണം ഇറാൻ മുന്നോട്ട് വെച്ച 10 നിർദ്ദേശങ്ങളാണെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഇതിൽ 9 കാര്യങ്ങളും അമേരിക്കയ്ക്ക് ഒട്ടും സ്വീകാര്യമായിരുന്നില്ല. ചർച്ചകൾക്ക് മുൻപ് തന്നെ ഇറാൻ ചില കടുത്ത നിബന്ധനകളൊക്കെ തന്നെ മുന്നോട്ട് വച്ചിരുന്നു. ലെബനനിൽ ഇസ്രയേൽ നടത്തുന്ന ആക്രമണങ്ങളൊക്കെ തന്നെ ഉടനടി അവസാനിപ്പിക്കുക, ഇറാന്റെ മരവിപ്പിക്കപ്പെട്ട വിദേശ സ്വത്തുവകകളൊക്കെ തന്നെ വിട്ടുകൊടുക്കുക എന്നിവയായിരുന്നു പ്രധാന പ്രീ കണ്ടീഷനുകൾ. എന്നാൽ ഈ ആവശ്യങ്ങൾ അംഗീകരിക്കാൻ അമേരിക്കൻ പ്രതിനിധികൾ തയ്യാറായില്ല. ഇത് ചർച്ചയുടെ തുടക്കത്തിൽ തന്നെ വലിയ രീതിയിലുള്ള അസ്വാരസ്യങ്ങൾക്ക് കാരണമാവുകയും സംഭാഷണങ്ങളൊക്കെ തന്നെ തടസ്സപ്പെടാൻ വഴിയൊരുക്കുകയും ചെയ്തു. അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസ് ഇസ്ലാമാബാദിൽ നിന്നും മടങ്ങുന്നതിന് മുൻപ് നടത്തിയ പ്രസ്താവനകൾ കൂടുതൽ സംഘർഷഭരിതമായിരുന്നു. അതായത് തങ്ങൾ ഇറാന് നൽകാൻ കഴിയുന്നതിൽ വെച്ച് ഏറ്റവും മികച്ച വാഗ്ദാനം നൽകി കഴിഞ്ഞുവെന്നും അത് അംഗീകരിക്കാൻ ഇറാൻ തയ്യാറായില്ലെങ്കിൽ അതിൻ്റെ പ്രത്യാഘാതം അവർ തീർച്ചയായിട്ടും അനുഭവിക്കേണ്ടി വരിക തന്നെ ചെയ്യും എന്നും അമേരിക്കയല്ല ഇറാൻ ആയിരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. അത് അംഗീകരിക്കാൻ ഇറാൻ തയ്യാറായില്ലെങ്കിൽ അതിൻ്റെ പ്രത്യാഘാതം അനുഭവിക്കേണ്ടി വരിക അമേരിക്കയല്ല മറിച്ച് ഇറാൻ ആയിരിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ചർച്ചകൾ പരാജയപ്പെട്ടതിലുള്ള അതൃപ്തി വാൻസിൻ്റെ വാക്കുകളിൽ പ്രകടമായിരുന്നു. സമാധാനത്തിൻ്റെ പാത തിരഞ്ഞെടുക്കാനായിട്ട് ഇറാന് ലഭിച്ച സുവർണ അവസരമാണ് അവർ നഷ്ടപ്പെടുത്തിയതെന്നും അദ്ദേഹം ഇവിടെ കുറ്റപ്പെടുത്തുകയുണ്ടായി. ഈ മുന്നറിയിപ്പ് പശ്ചിമേഷ്യയിൽ വരാനിരിക്കുന്ന വലിയ സൈനിക നീക്കങ്ങളുടെയൊക്കെ തന്നെ സൂചനയായാണോ എന്ന് ഇവിടെ നിരീക്ഷകരൊക്കെ തന്നെ ഭയപ്പെടുന്നുണ്ട്. ആണവായുധ നിർമ്മാണം സംബന്ധിച്ച വിഷയത്തിലായിരുന്നു ചർച്ചയുടെ ഭൂരിഭാഗം സമയവും ചിലവഴിച്ചത്. ഇറാൻ നശീകരണ ശേഷിയുള്ള ആണവായുധങ്ങൾ നിർമ്മിക്കില്ല എന്ന് ഉറപ്പ് നൽകാതെ മറ്റൊരു രീതിയിലുള്ള വിട്ടുവീഴ്ചയ്ക്കും തങ്ങൾ തയ്യാറല്ലെന്നായിരുന്നു അമേരിക്കയുടെ പ്രധാന അജണ്ട. ഇതിന് പകരമായിട്ട് ഇറാന് മേലുള്ള സാമ്പത്തിക ഉപരോധങ്ങൾ പിൻവലിക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കാമെന്നും അമേരിക്ക വാഗ്ദാനം ചെയ്തു. എന്നാൽ യുറേനിയം സമ്പുഷ്ടീകരണം തങ്ങളുടെ അവകാശമാണെന്നും അത് ഊർജ്ജ ആവശ്യങ്ങൾക്കും സിവിലിയൻ ആവശ്യങ്ങൾക്കും മാത്രമാണെന്നുമാണ് ഇറാൻ്റെ മറുപടി. സമാധാനപരമായിട്ടുള്ള ആവശ്യങ്ങൾക്കായി ആണവോർജ്ജം ഉപയോഗിക്കുന്നതിൽ നിന്നും തങ്ങളെ തടയാനായിട്ട് ആർക്കും കഴിയില്ലെന്ന് ഇറാൻ പ്രഖ്യാപിച്ചു. ഇറാൻ്റെ ആണവ പരീക്ഷണങ്ങൾ ഇസ്രയേലിൻ്റെ നിലനിൽപ്പിന് ഭീഷണിയാണെന്ന് അമേരിക്കയും ഇസ്രയേലും നിരന്തരം ആരോപിക്കുന്നു. ഇറാൻ യുറേനിയം സമ്പുഷ്ടീകരണം തുടരുന്നത് ആണവായുധം നിർമ്മിക്കാനാണെന്ന് അവർ ഉറച്ച് വിശ്വസിക്കുന്നു.
എന്നാൽ തങ്ങളുടെ ആണവ പദ്ധതികൾ സുതാര്യമാണെന്നും അന്താരാഷ്ട്ര ഏജൻസികളുടെ പരിശോധനയ്ക്ക് അത് വിധേയമാണെന്നുമാണ് ഇറാൻ പറയുന്നത്. ഈ വിഷയത്തിൽ ഇരുപക്ഷവും വ്യത്യസ്ത ധ്രുവങ്ങളിൽ നിൽക്കുന്നത് തീർച്ചയായിട്ടും ചർച്ചകൾ അലസാനായിട്ട് കാരണമായി മാറി. ആണവായുധ വിഷയത്തിൽ ഒരു ഉറപ്പ് ലഭിക്കാതെ മറ്റ് സാമ്പത്തിക സഹായങ്ങൾ നൽകാനായിട്ട് കഴിയില്ലെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുൻപ് വ്യക്തമാക്കിയിരുന്നു. ഇസ്ലാമാബാദിൽ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇസ്രായേൽ ലെബനനിൽ ആക്രമണം ശക്തമാക്കിയത് സ്ഥിതിഗതികൾ കൂടുതൽ വഷളാക്കി മാറ്റി. ബെയ്റൂട്ടിന് പുറത്തുള്ള പല പ്രധാന നഗരങ്ങളെയും ലക്ഷ്യമിട്ട് ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ നിരവധി സാധാരണക്കാർ കൊല്ലപ്പെട്ടു. ഹിസ്ബുള്ളയുമായി യാതൊരു ചർച്ചയ്ക്കും തയ്യാറല്ലെന്ന ഇസ്രായേലിൻ്റെ നിലപാടും അമേരിക്കൻ നയതന്ത്രജ്ഞരെ കുഴപ്പത്തിലാക്കി. തങ്ങളുടെ സുരക്ഷാ കാര്യങ്ങളിൽ മറ്റൊരു രാജ്യത്തിൻ്റെയും മധ്യസ്ഥത ആവശ്യമില്ലെന്നും ലെബനനുമായിട്ട് നേരിട്ട് ചർച്ച നടത്താമെന്നുമാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു പ്രഖ്യാപിച്ചത്. ഇത് പരോക്ഷമായി അമേരിക്കയുടെ സമാധാന ശ്രമങ്ങൾക്കുള്ള വെല്ലുവിളിയായി മാറി. ചർച്ചകൾ പുരോഗമിക്കവേ തന്നെ ബെന്യാമിൻ നെതന്യാഹു തൻ്റെ രാജ്യത്തെ അഭിസംബോധന ചെയ്തതും ചർച്ചയെ ബാധിച്ചു. ഇറാന്റെ മേലുള്ള സൈനിക നടപടി പൂർത്തിയായിട്ടില്ലെന്നും അത് വരും ദിവസങ്ങളിൽ തുടരുമെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചു. ഹിസ്ബുള്ളയുടെ കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയ്ക്കും തങ്ങൾ തയ്യാറല്ലെന്നും അദ്ദേഹം ആവർത്തിച്ചു പറഞ്ഞു. അമേരിക്കയും ഇറാനും തമ്മിൽ എന്തെങ്കിലും ധാരണയിലെത്തിയാൽ പോലും തങ്ങളുടെ സ്വതന്ത്രമായിട്ടുള്ള സൈനിക നീക്കങ്ങൾ അത് തുടരുമെന്ന ഇസ്രായേലിൻ്റെ നിലപാട് ചർച്ചയുടെ വിശ്വാസ്യത തന്നെ ഇവിടെ ബാധിച്ചിരിക്കുകയാണ്. ഇത് ഇറാൻ പ്രതിനിധികളെ കൂടുതൽ പ്രകോപിപ്പിക്കുകയും അവർ ചർച്ചയിൽ നിന്ന് പിന്മാറാൻ പ്രേരിപ്പിക്കുകയും ചെയ്തു. ഇതിനിടയിലാണ് ഹോർമുസ് കടലിടുക്കിലെ ഗതാഗത തടസ്സത്തെക്കുറിച്ചുള്ള ഞെട്ടിക്കുന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നത്. മേഖലയിൽ ഇറാൻ സ്ഥാപിച്ചിരിക്കുന്ന മൈനുകൾ നീക്കം ചെയ്യാൻ അമേരിക്കൻ നാവികസേനയിലെ വിദഗ്ധർക്ക് പോലും സാധിക്കുന്നില്ല എന്നതാണ് ഏറ്റവും വലിയ പ്രതിസന്ധി. ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതം താൽക്കാലികമായി നിർത്താൻ അമേരിക്കൻ സേന പ്രസിഡന്റിനോട് ശുപാർശ ചെയ്തു. ഈ കടലിടുക്ക് അടച്ചുപൂട്ടിയാൽ ആഗോള എണ്ണ വിപണി തകരുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഈ പ്രതിസന്ധി പരിഹരിക്കപ്പെടുന്നതുവരെ കപ്പലുകൾ കടന്നു പോകുന്നത് അപകടകരമാണെന്നാണ് സൈനിക ഉദ്യോഗസ്ഥരുടെ വിലയിരുത്തൽ. മേഖലയിൽ തങ്ങളുടെ സ്വാധീനം ഉറപ്പിക്കാൻ ഇറാൻ ഹോർമുസ് കടലിടുക്ക് ഉപയോഗിക്കുന്നത് അമേരിക്കയെയും സഖ്യകക്ഷികളെയും വല്ലാതെ വലയ്ക്കുന്നു. അമേരിക്കൻ എണ്ണക്കപ്പലുകൾ സുരക്ഷിതമായിട്ട് കടന്നുപോയി എന്ന് ഡൊണാൾഡ് ട്രംപ് അവകാശപ്പെട്ടെങ്കിലും ഇറാൻ അത് നിഷേധിച്ചു. കടലിടുക്ക് തങ്ങളുടെ പൂർണ്ണ നിയന്ത്രണത്തിലാണെന്നും അനുവാദമില്ലാതെ ആര് പ്രവേശിച്ചാലും കടുത്ത പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്നും ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോർപ്സ് മുന്നറിയിപ്പ് നൽകി. എണ്ണ നീക്കം തടസ്സപ്പെട്ടതോടെ പല ഏഷ്യൻ രാജ്യങ്ങളിലും ഇന്ധനക്ഷാമം രൂക്ഷമാകാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. എണ്ണവില കുത്തനെ ഉയരുന്നത് ആഗോള സമ്പദ് വ്യവസ്ഥയെ തന്നെ വലിയ മാന്ദ്യത്തിലേക്ക് നയിച്ചേക്കാം. ഈ സംഘർഷത്തിനിടയിൽ ചൈനയുടെ ഇടപെടലും വലിയ വിവാദങ്ങൾക്ക് ഇവിടെ വഴിതെളിച്ചിട്ടുണ്ട്. ചൈനീസ് നിർമ്മിത മാൻപാട് വ്യോമ പ്രതിരോധ സംവിധാനം ഇറാനിലെത്തിയെന്ന റിപ്പോർട്ടുകൾ അത് അമേരിക്കയെ പ്രകോപിപ്പിച്ചിട്ടുണ്ട്. തോളിൽ വെച്ച് പ്രയോഗിക്കാവുന്ന ഈ മിസൈലുകൾ ഇസ്രായേലിൻ്റെ വിമാനങ്ങൾക്കും അതോടൊപ്പം തന്നെ അമേരിക്കൻ ഡ്രോണുകൾക്കും വലിയ ഭീഷണിയാണ്. ചൈന ഈ വാർത്ത നിഷേധിച്ചെങ്കിലും ഇറാനെ സഹായിച്ചാൽ കടുത്ത പാഠം പഠിപ്പിക്കുമെന്ന് ട്രംപ് വെല്ലുവിളിക്കുകയുണ്ടായി. എന്നാൽ മറ്റൊരു രാജ്യം വഴിയാണ് ഈ ആയുധങ്ങൾ ഇറാനിലെത്തിയതെന്നാണ് രഹസ്യാന്വേഷണ ഏജൻസികൾ പറയുന്നത്. ഇത് വരും ദിവസങ്ങളിൽ വലിയ രീതിയിലുള്ള അന്താരാഷ്ട്ര തർക്കങ്ങൾക്ക് കാരണമാകും. ആഗോളതലത്തിൽ ഈ പ്രതിസന്ധി ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ഇന്ത്യ, ബംഗ്ലാദേശ്, ശ്രീലങ്ക തുടങ്ങിയ ഏഷ്യൻ രാജ്യങ്ങളെയാണ്. എണ്ണ ഇറക്കുമതിയെ വലിയ തോതിൽ ആശ്രയിക്കുന്ന ഈ രാജ്യങ്ങൾക്ക് വില വർധനവ് വലിയ സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. യൂറോപ്പിലെ സ്ഥിതിയും വ്യത്യസ്തമല്ല. നാറ്റോ സഖ്യകക്ഷികൾക്കിടയിൽ ഈ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉടലെടുത്തിട്ടുണ്ട്. അമേരിക്കയുടെ അമിതമായ ഇടപെടലുകൾ തങ്ങളുടെ താല്പര്യങ്ങളെ ബാധിക്കുമോ എന്ന ഭയം പല യൂറോപ്യൻ രാജ്യങ്ങൾക്കും. ഈ ഒരു സങ്കീർണ അവസ്ഥയിൽ നിന്നും എങ്ങനെ പുറത്തു കടക്കുമെന്ന കാര്യത്തിൽ ആർക്കും വ്യക്തമായ ഒരു ധാരണയില്ല. ഇത്തരത്തിൽ ലോകം മുഴുവൻ ഒരു മഹായുദ്ധത്തിൻ്റെ ഭീതിയിൽ ഇപ്പോൾ നിൽക്കുമ്പോൾ നോർവേയും കാനഡയും ഈ സാഹചര്യം തങ്ങളുടെ സാമ്പത്തിക നേട്ടത്തിനായിട്ട് ഉപയോഗപ്പെടുത്തുന്നതായിട്ട് റിപ്പോർട്ടുകളുണ്ട്. പശ്ചിമേഷ്യയിലെ എണ്ണ വിതരണം നിലച്ചതോടെ ലോകം ഈ രാജ്യങ്ങളുടെ എണ്ണ ശേഖരത്തെ ആശ്രയിക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. കാനഡയും അതോടൊപ്പം തന്നെ നോർവേയും തങ്ങളുടെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുകയും ഏഷ്യൻ വിപണികളിലേക്ക് ഇപ്പോൾ കടന്നു കയറുകയും ചെയ്തിരിക്കുകയാണ്. അതേസമയം തന്നെ ബ്രിട്ടൻ തങ്ങളുടെ നാവികസേനയുടെ ശക്തി പോരാത്തതിനാൽ തന്നെ റഷ്യൻ ഭീഷണി തടയാനായിട്ട് ഫ്രാൻസിൻ്റെ സഹായം കൂടി തേടിക്കഴിഞ്ഞു. ഒരേ സമയം പല രാജ്യങ്ങളിലും ഉടലെടുക്കുന്ന ഈ പ്രതിസന്ധികൾ അത് ആഗോള ക്രമത്തെ, ലോകക്രമത്തെ തന്നെ മാറ്റിമറിക്കുമെന്ന് ഉറപ്പാണ്. പരാജയപ്പെട്ട ഇസ്ലാമാബാദ് ചർച്ചകൾ അത് ഈ വലിയ തകർച്ചയുടെ തുടക്കം മാത്രമാണോ എന്നത് തീർച്ചയായിട്ടും ഇനി കാലം തെളിയിക്കുന്നതാണ്.